ആ ഡോക്ടർ ഇഷ്ടംപോലെ മരുന്ന് തന്നിട്ടുണ്ട്. ഇത് മൊത്തം എടുത്തപ്പോൾ തന്നെ ഫാർമസി പകുതി കാര്യമായി. ഇതൊക്കെ ആവശ്യമുള്ളതാണോ എന്തോ. അതിൽ കൂടുതൽ സപ്ലിമെന്റ്സാ. പിന്നെ എൻ്റെ അവസ്ഥ അറിയാമല്ലോ, എപ്പോഴാ എന്താ പറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ, ഞാൻ കാര്യമല്ലേ പറഞ്ഞേ? അമ്മു നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഇമ്മാതിരി ഡയലോഗ് എൻ്റെ അടുത്ത് അടിക്കരുത്. ഡോക്ടർ പറഞ്ഞതല്ലേ എൻ്റെ ഈ കണ്ടീഷനിൽ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ്. ശരി ശരി, ആ ടോപ്പിക്ക് മാറ്റി. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? തുടങ്ങി ചോദിക്ക്. എനിക്ക് വല്ലതും പറ്റിയാ നിങ്ങൾ വേറെ കിട്ടുമോ? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഈ വക ചോദ്യം ചോദിക്കാതൊരു മനസ്സമാധാനമല്ല. ആൻസർ പറ. ഇല്ല, കെട്ടൂല. അയ്യോ, കെട്ടണം. എന്റെ ആദ്യ മോനെ ആര് നോക്കും? ആദി മോനെ? ആ. നീ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ കൊച്ചിന്റെ പേരിട്ട്? എന്റെ കൂടെ മോനല്ലേ, അപ്പൊ എനിക്ക് പേരിട്ടൂടെ? പേരിട്ടോ, ആദ്യെങ്കി ആദി. ഞാൻ പറഞ്ഞത് കാര്യാട്ടോ. നിങ്ങൾ ഈ ഷോക്ക് ഓടിച്ച് വേറെ കല്യാണമൊന്നും കഴിക്കാതിരിക്കരുത്. എന്റെ ആത്മാവിനത് ഇഷ്ടപ്പെടത്തില്ല. ആഹാ, കാര്യട്ടാണോ ആ, പറയണ്ടേ? ശരി കേട്ടാ, ഞാനൊരു 2-3 പേരെങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. നോക്കി വെച്ചിട്ടുണ്ടെന്നോ? ആ. ആരെ? ഒന്ന് നമ്മുടെ ഗോപാലേട്ടന്റെ മോള്. ഓശോ, ആ കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചല്ല. പിന്നെ ആ, നിന്നെ പെണ്ണണ വരുന്നതിന് മുമ്പ് പള്ളുരുത്തിൽ ഞാനൊരു പെണ്ണുണ്ട്. അവളുടെ പേര് ആ അപർണ. ഇപ്പൊ എവിടെയുണ്ടോ എന്തോ. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഞാനില്ലെന്നല്ലേ പറഞ്ഞു, നീയല്ലേ നിർബന്ധിച്ചു. ഇറ്റ് വാസ് ആൻ എസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പത് പെമ്പിള്ളാർ ഒരു ലിസ്റ്റായിട്ട് വന്നേക്കുവാ. എന്നോട് മിണ്ടണ്ട. ഞാനൊരു എന്നാ നോക്കി നിക്കുവാ? സോറി. വീട്ടങ്ങോട്ട്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.